ബി.ജെ.പിയുടെ സംഘടനാ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, കോർ കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നു. ഇനി നടക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുക എന്ന ചടങ്ങിലേക്കാണ്. സംസ്ഥാന പ്രസിഡന്റായി സംസ്ഥാന പ്രസിഡന്റ് തലത്തിലും ഇലക്ഷൻ ആകാമെന്ന്, അതായത് തെരഞ്ഞെടുപ്പാകാം എന്ന് ദേശീയ നേതൃത്വം അറിയിച്ചതോടുകൂടി മത്സരം മുറുകുകയാണ്. കെ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ ടി രമേശ്, എൻ രാധാകൃഷ്ണൻ, കെ കൃഷ്ണദാസ് തുടങ്ങി നിരവധി നേതാക്കളുടെ പിന്തുണ ശോഭാ സുരേന്ദ്രന് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായ സർവേകൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 30 ജില്ലകൾ, സംഘടനാ ജില്ലകളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പാനൽ ഔദ്യോഗികമായി തന്നെ ദേശീയ നേതൃത്വത്തിന് കോർ കമ്മിറ്റി കൈമാറിയിട്ടുണ്ട്. ദേശീയ നേതൃത്വമാണ് ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പ്രധാനമായും ഈ ദേശീയ നേതൃത്വം പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, വനിതാ പ്രാതിനിധ്യം. ഈ 30 സംഘടനാ ജില്ലകളിൽ 5 ഇടങ്ങളിലെങ്കിലും, കുറഞ്ഞത് 5 സ്ഥലത്തെങ്കിലും വനിതാ പ്രസിഡന്റുമാർ വേണമെന്നാണ് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നാക്ക സമുദായങ്ങൾ, SC/ST വിഭാഗം, അവരുടെ പ്രാതിനിധ്യവും പ്രസിഡന്റ് പദവിയിൽ വേണം. ഒപ്പം തന്നെ മറ്റ് സംഘടനകളിൽ നിന്ന് ഇങ്ങോട്ട് BJP-യിലേക്ക് ചേർന്ന ആളുകൾക്കും പദവി നൽകണം. അതുപോലെ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ പദവികൾ നൽകണം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്രിസ്ത്യാനികളെയും പരിഗണിക്കണം. ഈ പരിഗണനകളൊക്കെ, ഈ കണ്ടീഷൻസൊക്കെ ചേർത്താണ് പാനൽ തയ്യാറാക്കി അയച്ചിരിക്കുന്നതെങ്കിലും ദേശീയ നേതൃത്വത്തിന് ഇതിനകത്ത് സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിയാൽ ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ട് ആളുകളെ, ഈ പാനലിന് പുറത്തുള്ള ആളുകളെ പ്രസിഡന്റുമാരായി നിയമിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഇതേ മാതൃകയിൽ, അതായത് 30 സംഘടനാ ജില്ലകളിൽ എങ്ങനെയാണോ അഭിപ്രായ സർവേയും വോട്ടെടുപ്പും നടന്നത്, അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കും അധ്യക്ഷ സ്ഥാനത്തേക്കും മത്സരമാകാമെന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നേക്കാം. നമുക്കറിയാം, കുമ്മനം രാജശേഖരൻ BJP-യുടെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായി വരുന്നത്. സാധാരണ സംസ്ഥാനത്ത് BJP-യിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പോ അല്ലെങ്കിൽ അഭിപ്രായ സർവേയോ ഒന്നും നടക്കാറില്ല. ഇത്തവണ അതുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, 30 സംഘടനാ ജില്ലകളിൽ നടന്ന ഈ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കാൻ ഏകപക്ഷീയമായല്ല, തെരഞ്ഞെടുപ്പും വോട്ടെടുപ്പും ഒക്കെ നടത്തിയാണ് പ്രസിഡന്റുമാരുടെ പാനൽ പട്ടിക തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. അതേ മാതൃകയിൽ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുന്നതിൽ എതിർപ്പില്ല എന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ പറയുന്നത്. കെ സുരേന്ദ്രൻ 5 വർഷമായി സംസ്ഥാന പ്രസിഡന്റായി തുടരുകയാണ്. 5 വർഷം കഴിഞ്ഞവർക്കും, അതായത് സംസ്ഥാന പ്രസിഡന്റായി 5 വർഷം കഴിഞ്ഞവർക്കും മത്സരിക്കാൻ അവസരമുണ്ട്, മത്സരിക്കാം എന്ന് ദേശീയ നേതൃത്വം പറഞ്ഞതോടുകൂടി സുരേന്ദ്രൻ മത്സര രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സുരേന്ദ്രൻ പക്ഷം കരുതുന്നത്, കെ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ അനുയായികളും കരുതുന്നത്, ഈ 30 സംഘടനാ ജില്ലകളിലും തനിക്കാണ് അപ്രമാദിത്വം, തൻ്റെ ആളുകൾക്കാണ് അപ്രമാദിത്വമുള്ളത്. അതുകൊണ്ട് അവർക്കാണല്ലോ വോട്ടിംഗ് അധികാരമുള്ളത്. ആ വോട്ടെടുപ്പിൽ തനിക്ക് തന്നെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് സുരേന്ദ്രൻ കരുതുന്നത്. എന്നാൽ സുരേന്ദ്രനെതിരെ, കുമ്മനം രാജശേഖരൻ്റെ ഒഴിവിലേക്ക് സുരേന്ദ്രനെ പരിഗണിക്കുമ്പോൾ അന്ന് ടി രമേശ് രംഗത്ത് വന്നിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടി രമേശിനെ കെ കൃഷ്ണദാസും അതുപോലുള്ള ആളുകളും ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് വേണ്ട, വോട്ടെടുപ്പ് വേണ്ട എന്ന സമവായത്തിൻ്റെ ഭാഗമായിട്ടാണ് ടി രമേശ് അന്ന് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാതെ മാറി നിന്നതും സുരേന്ദ്രൻ പിന്നെ ഒരു തേർവാഴ്ച, ഒറ്റയാൾ കുതിപ്പ് നടത്തി BJP-യെ പല ഘട്ടങ്ങളിലും അപകടത്തിൽ ചാടിച്ച്, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള വിഷയങ്ങളെ വർഗീയവൽക്കരിച്ച് നശിപ്പിച്ച് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം പോലും തകർക്കുന്ന തരത്തിൽ BJP നയിച്ചു കൊണ്ടുപോയത് സുരേന്ദ്രനായിരുന്നു. ഇപ്പോൾ സുരേന്ദ്രന് മാറാനുള്ള അവസരമാണ്. സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോവുകയാണെങ്കിൽ പകരം ശോഭാ സുരേന്ദ്രനോ ടി രമേശോ പ്രസിഡന്റ് ആകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന പ്രതീക്ഷകളും പുറത്ത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴറിയുന്നത് സുരേന്ദ്രന് മത്സരിക്കാൻ അവസരമുണ്ട് എന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ മത്സരരംഗത്ത് വരികയും സുരേന്ദ്രനെ എതിർക്കാൻ ടി രമേശോ ശോഭാ സുരേന്ദ്രനോ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ജനുവരി 31-ന് മുമ്പ് തന്നെ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തണം എന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ്, സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിലും തെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നേക്കാം. അല്ല, ഏകപക്ഷീയമായാണ് സുരേന്ദ്രൻ ജൈത്രയാത്ര തുടരുന്നതെങ്കിൽ ഇവർക്കുള്ള അതൃപ്തി അവർ മറ്റ് പല വേദികളിലും അറിയിക്കുകയും ചെയ്യും.